Hi everyone. BEGLA 137 ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ എന്ന ഈ ഒരു കോഴ്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജൂൺ 2023 ടേം ആൻഡ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ആഡ് പ്രിഫിക്സസ് ടു ദി ഫോളോയിങ് വേർഡ്സ് ടു മേക്ക് ഓപ്പോസിറ്റ്സ്. അല്ലെ, അപ്പം ഇവിടെ ശ്രദ്ധിക്കാൻ മറ്റൊരു കാര്യം പറയാനുള്ളത്, ജൂൺ 2023 ടേം ആൻഡ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ കംപ്ലീറ്റ് ആൻസേഴ്സും PDF ഫോർമാറ്റിൽ അവൈലബിൾ ആണ്. അപ്പം വേണ്ട ആളുകൾ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുവഴി നിങ്ങൾക്ക് വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ: ആഡ് പ്രിഫിക്സസ് ടു ദി ഫോളോയിങ് വേർഡ്സ് ടു മേക്ക് ദി ഓപ്പോസിറ്റ്സ്. അല്ലെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ സാധിക്കും ഡിസംബർ 2023 ടേം ആൻഡ് എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ളതായിട്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പ്രിഫിക്സ്. അല്ലെ, അപ്പം ആദ്യം ഞാൻ പറയട്ടെ ഒരു കാര്യം, നമ്മുടെ ഈ ഒരു ക്ലാസ് 2 പാർട്ടുകളായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് പ്രിഫിക്സസ്. അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ടിൽ ഈ ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതായിരിക്കും. അപ്പം ശ്രദ്ധിക്കുക, ഫസ്റ്റ് പാർട്ടിൽ എന്താണ് പ്രിഫിക്സ്, രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജൂൺ 2023 എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ സോൾവ് ചെയ്യുന്നതും ആയിരിക്കും. അപ്പൊ നോക്കാം എന്താണ് പ്രിഫിക്സ്. In English, we can often change the meaning of a word to its opposite by adding prefix. അപ്പം ശ്രദ്ധിക്കാൻ, നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണ്, താഴെ 5ഓളം വേർഡ്സുകൾ തന്നിട്ടുണ്ടായിരിക്കും. ആ വേർഡിനെ പ്രിഫിക്സ് ആഡ് ചെയ്തുകൊണ്ട് ഓപ്പോസിറ്റ് മീനിങ് കിട്ടുന്ന വേർഡാക്കി മാറ്റുക. അല്ലെ, ഇതിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് ഒരു വേർഡിന്റെ മീനിങ് നമുക്ക് മാറ്റാൻ സാധിക്കും, ഓപ്പോസിറ്റ് മീനിങ് ആക്കി മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മീനിങ് ഒരു വേർഡ് ആക്കി മാറ്റാൻ പറ്റും. എന്ത് ആഡ് ചെയ്തുകൊണ്ട്? ബൈ ആഡിങ് പ്രിഫിക്സ്. അപ്പം നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുള്ളത് എത്ര മാത്രമാണ്, ഒരു വേർഡ് തന്നിട്ടുണ്ട്, ആ ഒരു വേർഡിനെ വി ഹാവ് ടു കൺവേർട്ട് ടു നെഗറ്റീവ് വേർഡ്. അല്ലെ, നെഗറ്റീവ് മീനിങ് ഉള്ള ഒരു വേർഡ് ആക്കി മാറ്റണം. അതും എങ്ങനെ മാറ്റണം? ബൈ ആഡിങ് പ്രിഫിക്സ്. അപ്പൊ നോക്കാം നമുക്ക് എന്താണ് പ്രിഫിക്സ് എന്താണെന്ന് നോക്കാം. എ പ്രിഫിക്സ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ്. അല്ലെ, പ്രിഫിക്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ആണ്. എവിടെ നമ്മൾ ആഡ് ചെയ്യാറുള്ളത്? ബിഫോർ എ വേർഡ്. ഒരു വേർഡിന്റെ ഫ്രണ്ടിൽ, അല്ലെ, അതിന്റെ വേർഡിന്റെ ബിഫോർ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാധാരണ എന്ത് പറയുന്നത്, പ്രിഫിക്സ് എന്ന് പറയുന്നത്. അല്ലെ, പ്രിഫിക്സും ഉണ്ട് സഫിക്സും ഉണ്ട്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രീ എന്ന് പറഞ്ഞാൽ മുമ്പ് എന്നുള്ള മീനിങ് ആണ്. അല്ലെ, പിന്നെ ഫിക്സ് ചെയ്യാൻ മീൻസ്, അല്ലെ, നമുക്കറിയാം ഫിക്സ് ചെയ്യുക മീൻസ് പ്ലേസ് ചെയ്യുക. അല്ലെ, അപ്പൊ പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വേർഡിന്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഫിക്സ് ചെയ്യുന്ന, പ്ലേസ് ചെയ്യുന്ന എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സിന് പറയുന്ന പേരാണ് എന്ത്, പ്രിഫിക്സ് എന്ന് പറയുന്നത്. അല്ലെ, അപ്പം എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അപ്പം കോമൺ പ്രിഫിക്സസ് യൂസ് ടു ഫോം ഓപ്പോസിറ്റ്സ് ആർ. അപ്പം കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രിഫിക്സ് ആണ്. അല്ലെ, ഓപ്പോസിറ്റ് വേർഡുകൾ ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചില പ്രിഫിക്സുകൾ ഉണ്ട്. ആ പ്രിഫിക്സുകളെ 1 by 1 ആയിട്ട് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പൊ നോക്കാം, ഫസ്റ്റ് പ്രിഫിക്സ് ഏതാണെന്ന് നോക്കാവുന്നതാണ്. UN. അല്ലെ, അൺ. അല്ലെ, ഹാപ്പി എന്ന് പറയുന്ന വേർഡിനെ നമുക്ക് പ്രിഫിക്സ് ആഡ് ചെയ്ത് നെഗറ്റീവ് വേർഡാക്കി മാറ്റാൻ പറ്റും. എങ്ങനെ? ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാക്കി മാറ്റാൻ പറ്റും. ഹാപ്പിന്റെ കൂടെ അൺഹാപ്പി. അല്ലെ, അതുപോലെ തന്നെ നോക്ക് നിങ്ങൾ, കറക്റ്റ് എന്നുള്ളതിന്റെ കൂടെ IN, ഇൻകറക്റ്റ്. ഇൻ എന്ന് പറയുന്ന പ്രിഫിക്സ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇൻകറക്റ്റ്. അല്ലെ, പ്രിഫിക്സ് ആണ്, ഈ വേർഡിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അല്ലെ, പ്രീഫിക്സ് ആണ്. അതുപോലെ തന്നെ പോസിബിൾ. പോസിബിളിനെ നമ്മൾ IM ആഡ് ചെയ്യാണ്, ഇംപോസിബിൾ. ലീഗലിനെ നമ്മൾ IL എന്ന് പറയുന്ന എന്ത് ആഡ് ചെയ്യുന്നുണ്ട്, പ്രിഫിക്സ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതെന്തായിട്ട് മാറി? ഇല്ലീഗൽ ആയിട്ട് മാറി. ലീഗൽ, ഇല്ലീഗൽ. റെഗുലർ. അല്ലെ, റെഗുലർ എന്നുള്ളതിനെ IR പ്രിഫിക്സ് ആഡ് ചെയ്യുന്നു, നെഗറ്റീവ് വേർഡ് മീനിങ്, നെഗറ്റീവ് വേർഡ് ലഭിക്കുന്നു, ഇറഗുലർ. അല്ലെ, അതുപോലെ തന്നെ അഗ്രി. അഗ്രി എന്തായിട്ട് മാറുന്നു? അല്ലെ, ഏത്? ഡിസ് എന്ന് പറയുന്ന പ്രിഫിക്സ് ആഡ് ചെയ്യുന്ന സമയത്ത് ഡിസഗ്രി ആയിട്ട് മാറുന്നു. വെർബൽ എന്ന് പറയുന്ന ഈ ഒരു വേർഡിനെ നമ്മൾ പ്രിഫിക്സ് ആയിട്ടുള്ള നോൺ ആഡ് ചെയ്യുന്ന സമയത്ത് നോൺ വെർബൽ. അല്ലെ, അപ്പം ഇങ്ങനെ നമ്മളൊരു വേർഡിന്റെ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെഗറ്റീവ് ആക്കി മാറ്റാൻ സാധിക്കും, ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡ് ആക്കി മാറ്റാൻ സാധിക്കും. എന്ത് ആഡ് ചെയ്യുന്നതിലൂടെ, പ്രിഫിക്സ് ആഡ് ചെയ്യുന്നതിലൂടെ. അപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ വേർഡ് തന്നിട്ടുണ്ട്, ആ വേർഡിനെ നമ്മളൊരു പ്രിഫിക്സ് ആഡ് ചെയ്തുകൊണ്ട് എന്താക്കി മാറ്റണം, നെഗറ്റീവ് വേർഡ് ആക്കി മാറ്റണം. അതിന്റെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മീനിങ് കിട്ടുന്ന വേർഡ് ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പം നമുക്കിനി ഓരോന്നായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2, ആഡ് പ്രിഫിക്സസ് ടു ദി ഫോളോയിങ് വേർഡ്സ് ടു മേക്ക് ഓപ്പോസിറ്റ്സ്. അപ്പം അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കംഫർട്ടബിൾ, നെസസറി, ലൈക്ക്, വാലിഡ്, റിഗാർഡ് അല്ലെ. അപ്പം തന്നെ നിങ്ങൾക്ക് അറിയാം നേരത്തെ എന്താണ് പ്രിഫിക്സ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇതിന്റെ പല ആൻസേഴ്സും നിങ്ങൾക്ക് അല്ലെ നമ്മൾ ആൻസർ ഡിസ്ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. അപ്പം നമുക്ക് ഓരോന്നും പ്രിഫിക്സ് ആഡ് ചെയ്തുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഓരോ ക്വസ്റ്റ്യനും 2 മാർക്സ് വീതമാണ്. ഇവിടെ കാണാം നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും 2 മാർക്സ് വീതമുണ്ട്. ടോട്ടൽ 10 മാർക്സ് ആണ്. ഓക്കെ, അപ്പം ഞാൻ മനസ്സിലാക്കുന്ന മറ്റ് ക്വസ്റ്റ്യൻസിനൊക്കെ അപേക്ഷിച്ച് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നത് ഓപ്പോസിറ്റ് വേർഡ് ഫോം ചെയ്യാനുള്ളത്. നോക്കാം. അപ്പം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വേർഡ് ആണ് കംഫർട്ടബിൾ അല്ലെ. കംഫർട്ടബിളിനെ നമുക്ക് ഓപ്പോസിറ്റ് വേർഡ് ആക്കി മാറ്റാൻ സാധിക്കും. ഏത് ആഡ് ചെയ്തുകൊണ്ട്, അൺകംഫർട്ടബിൾ, UN അല്ലെ. അപ്പൊ നോട്ട് കംഫർട്ടബിൾ എന്ന് പറയുന്ന മീനിങ് ആണ് അല്ലെ. അതുപോലെ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് വേറെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഹാപ്പി, ഹാപ്പിയുടെ കൂടെ നമ്മൾ അൺഹാപ്പി. ഫെയർ, ഫെയറിന്റെ കൂടെ നമ്മൾ പ്രിഫിക്സ് ആഡ് ചെയ്യുന്നു അല്ലെ. ഏതാണ്, അൺഫെയർ. സേഫ്, അൺസേഫ്. കണ്ടോ, ഇതുപോലെ നെഗറ്റീവ് പ്രിഫിക്സ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു വേർഡിന്റെ ഓപ്പോസിറ്റ് വേർഡ് കണ്ടെത്താവുന്നതാണ്. നെക്സ്റ്റ് വൺ, നെസസറി അല്ലെ. നെസസറിയുടെ കൂടെ നമുക്ക് കാണാൻ സാധിക്കും സെയിം പ്രിഫിക്സ് ആണ് ആഡ് ചെയ്യുന്നത്, അൺനെസസറി അല്ലെ. നോട്ട് നെസസറി ഓപ്പോസിറ്റ്, നെസസറിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് അൺനെസസറി അല്ലെ. അതുപോലെ തന്നെ വാണ്ടഡ് അല്ലെ. വാണ്ടഡിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ, അൺവാണ്ടഡ്. നോണിന്റെ കൂടെ അൺനോൺ. ക്ലിയർ, ക്ലിയറിന്റെ കൂടെ അൺക്ലിയർ. ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ഓപ്പോസിറ്റ് വേർഡ് ഫോം ചെയ്യാൻ സാധിക്കും. ഏത് പ്രിഫിക്സ് ആഡ് ചെയ്തുകൊണ്ട്, അൺ എന്ന് പറയുന്ന പ്രിഫിക്സ് ആഡ് ചെയ്തുകൊണ്ട്. മറ്റൊന്നാണ്, അടുത്ത വേർഡാണ് ലൈക്ക്. ലൈക്കിനെ നമ്മൾ കൂടെ അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാക്കി മാറ്റണമെങ്കിൽ ഡിസ്, ഡിസ് എന്ന് പറയുന്ന ഈ ഒരു പ്രിഫിക്സ് ആഡ് ചെയ്യാം. ഡിസ്ലൈക്ക് അല്ലെ. അതുപോലെ തന്നെ മറ്റേ എക്സാമ്പിൾ ആണ് അഗ്രി. അഗ്രിയുടെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു ഡിസഗ്രി. അപ്പിയർ, അപ്പിയറിന്റെ കൂടെ നമ്മൾ ഡിസ് ആഡ് ചെയ്യുന്നു, ഡിസപ്പിയർ. കണക്റ്റിന്റെ കൂടെ നമ്മൾ ഡിസ്കണക്ട് അല്ലെ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സെയിം വേർഡിന്റെ ഓപ്പോസിറ്റ് മീനിങ് കിട്ടുന്ന വേർഡാക്കി മാറ്റാൻ സാധിക്കും. അതും എന്ത് ആഡ് ചെയ്തുകൊണ്ട്, പ്രിഫിക്സ് ആഡ് ചെയ്തുകൊണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാലിഡ്. വാലിഡിന്റെ കൂടെ നമുക്ക് ഏത് പ്രിഫിക്സ് ആഡ് ചെയ്യുന്നത്, ഇൻ അല്ലെ. നോക്ക് നിങ്ങൾ, നോട്ട് വാലിഡ്, വാലിഡ് എന്നുള്ളതിന് ഓപ്പോസിറ്റ് ആണ് ഇൻവാലിഡ് അല്ലെ. ഇൻവാലിഡ് പാസ്വേഡ് ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പം മറ്റു എക്സാമ്പിൾസ് ആണ് ആക്റ്റീവ്. ആക്റ്റീവിന്റെ കൂടെ ഇൻആക്റ്റീവ് ഓപ്പോസിറ്റ് മീനിങ് ആണ്. കംപ്ലീറ്റ്, ഇൻകംപ്ലീറ്റ്. വിസിബിൾ, ഇൻവിസിബിൾ. കണ്ടോ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഓരോ വേർഡിനെയും നമ്മൾ അതിനോടൊപ്പം നെഗറ്റീവ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പ്രിഫിക്സുകൾ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ഫോം ചെയ്യാൻ സാധിക്കും, ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാക്കി മാറ്റാൻ സാധിക്കും. മറ്റൊന്നാണ് റിഗാർഡ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് റിഗാർഡ്. റിഗാർഡിന്റെ കൂടെ നമ്മൾ പ്രിഫിക്സ്, ഏത് പ്രിഫിക്സ് ആണ് ആഡ് ചെയ്യുന്നത്, ഡിസ്റിഗാർഡ്. അതുപോലെ തന്നെ ഒബേ, ഒബേയുടെ കൂടെ നമ്മൾ ഡിസ് പ്രിഫിക്സ് ആഡ് ചെയ്യുന്നു, ഡിസ്ഒബേ. ട്രസ്റ്റ്, ഡിസ്ട്രസ്റ്റ്. അപ്രൂവ്, അപ്രൂവ് നേരെ ഓപ്പോസിറ്റ് ആണ് ഡിസ്അപ്രൂവ് അല്ലെ. ഇങ്ങനെ നമുക്ക് പ്രിഫിക്സ് ആഡ് ചെയ്തുകൊണ്ട് എന്ത് ഫോം ചെയ്യാൻ സാധിക്കും, ഓപ്പോസിറ്റ് വേർഡ്, നമുക്ക് മീനിങ് ഉള്ള വേർഡിനെ നമുക്ക് ഫോം ചെയ്യാൻ സാധിക്കും. അപ്പം ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിവേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ താങ്ക് യു.